ഇളയച്ചനെ വിളിക്കുകയാണെന്ന വ്യാജേന മീരേനെ വിളിക്കുന്ന ശ്രുതി 70 ലക്ഷം രൂപ ഫോണിലൂടെ ആവശ്യപ്പെടുന്നതായി അഭിനയിക്കുന്നു. തുടർന്ന് ഇത്രയും പണം ഇളയച്ചന് അറേഞ്ച് ചെയ്യാൻ കഴിയില്ലെന്ന് ശ്രുതി എല്ലാവരെയും അറിയിക്കുന്നു. തുടർന്ന് വീട് വിൽക്കുന്നതിനെ പറ്റി വീണ്ടും പറയുന്ന ശ്രുതിയോട് വീട് വിൽക്കാൻ പറ്റില്ലെന്ന് രവീന്ദ്രനും ചന്ദ്രമതിയും തറപ്പിച്ചു പറയുന്നു. ഇതിനിടയിൽ ശ്രുതി ഇളയച്ചനെ തന്നെയാണോ വിളിച്ചതെന്ന് സംശയമുള്ളതായി രേവതി സച്ചിയോട് പറയുന്നു. പിന്നീട് വർഷയിൽ ശ്രീകാന്തും സുധീരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. ഇതേസമയം അവിടെ എത്തുന്ന ശ്രുതിയും ശ്രീകാന്തിനോടും വർഷയോടും 70 ലക്ഷം രൂപ വർഷയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാമോ എന്ന് ചോദിക്കുമ്പോൾ വർഷയും ശ്രീകാന്തും ശ്രുതിക്കും കണക്കിന് കൊടുക്കുകയും എന്ത് വന്നാലും വർഷയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി തരില്ലെന്നും പറയുന്നു. പിന്നീട് നമ്മുടെ വളർച്ചയിൽ ഇവർക്കെല്ലാം അസൂയയാണെന്ന് ശ്രുതി പറയുന്നതോടെ എങ്ങനെയെങ്കിലും കാശ് സംഘടിപ്പിച്ച് ഈ വില്ല വാങ്ങി കാണിക്കണമെന്ന് ശ്രുതിയോട് പറയുന്നു. ശേഷം എങ്ങനെ പണം കണ്ടെത്താമെന്ന് ശ്രുതിയും ആലോചിക്കുന്നു. പിന്നീട് രേവതിയും സച്ചിയും ശ്രുതി വാങ്ങാൻ പോകുന്ന വീടിനെ പറ്റി സംസാരിക്കുന്നു. ശേഷം അവർ ഈ വീട് വാങ്ങിയാൽ അച്ഛനും അമ്മയും ഇവിടേക്ക് താമസം മാറുമായിരിക്കുമെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന രേവതിയോട് അമ്മ പോയാലും അച്ഛൻ ഒരിക്കലും നമ്മളെ വിട്ട് എവിടേക്ക് പോകില്ലെന്ന് സച്ചി പറയുന്നു. ശേഷം നമുക്കും സ്വന്തമായിട്ടൊരു കുഞ്ഞു വീട് പണിയണമെന്നും ആ വീട്ടിൽ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും ഉണ്ടാകണമെന്നും പറയുന്ന സച്ചിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.